ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ 7ാമത്തെ യൂണിറ്റായ എർത്ത് ആൻഡ് ബയോസ്ഫിയർ, ഭൂമിയും ജീവലോകവും എന്ന യൂണിറ്റാണ്. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് എർത്ത് ഇവോൾവ് ചെയ്തത്, ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇവോൾവ് 4500 മില്യൺ ഇയേഴ്സ് എഗോ. ഏതാണ്ട് 450 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. എങ്ങനെയാണ് ഉണ്ടായത്? ഈ പാർട്ട് ഓഫ് സൺ ഗോട്ട് സെപ്പറേറ്റഡ് ആൻഡ് എക്സ്പ്ലോഡഡ്. സൂര്യൻ്റെ ഒരു ഭാഗം അതിൽ നിന്ന് വേർപെടുകയും അത് പൊട്ടിത്തെറിക്കുകയും അല്ലെങ്കിൽ ചിന്നിച്ചിതറുകയും ചെയ്തു. ഈ ചിന്നിച്ചിതറലിൽ ഉള്ള 8 പീസസാണ് ഇപ്പോൾ എന്തായി മാറിയത്? ഭൂമിയും അതിൻ്റെ സാറ്റലൈറ്റ്സും, അതായത് ഇപ്പോൾ നിലവിലുള്ള പ്ലാനറ്റ്സായി മാറിയത്. Due to the continuous boiling, heavier materials were concentrated around the center of Earth and lighter materials got themselves arranged above this layer. ഈ തിളച്ച മറയിൽ നടന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഭാഗമായി കനം കൂടിയ വസ്തുക്കളൊക്കെ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കോൺസെൻട്രേറ്റഡായി. അതുപോലെ തന്നെ ലൈറ്റർ മെറ്റീരിയൽ, കനം കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഈ കേന്ദ്രഭാഗത്തിൻ്റെ പുറത്തായിട്ട് അറേഞ്ച്ഡായി. അതുപോലെ തന്നെ ഈ ഒരു കണ്ടിന്യൂസ് ബോയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് പലതരമുള്ള ഗ്യാസസും ഉണ്ടായി. ഈ ഗ്യാസസൊക്കെ എന്താണ്? ഭൂമിയുടെ ചുറ്റും അല്ലെങ്കിൽ ഒരു ഔട്ടർ ലെയർ പോലെ, ഒരു പുറംപാളി പോലെ എർത്തിന് ചുറ്റി നിന്നു. This process continued for millions of years till the earth's surface remained very hot. ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ടും ഭൂമി അങ്ങനെ തന്നെയായിരുന്നു, ചുട്ടുപഴുത്ത് ഇരിക്കുകയായിരുന്നു. ഓക്കെ. Water vapor and other gases came out from the interior of the earth through continuous and extensive volcanic eruptions. പലതരം വോൾക്കാനോസ് ഉണ്ടായി അല്ലേ? അഗ്നിപർവ്വതങ്ങളിലൊക്കെ പൊട്ടി അതിൽ നിന്ന് നീരാവിയും അതുപോലെ തന്നെ പലതരത്തിലെ ഗ്യാസസും വാതകങ്ങളും പുറത്തേക്ക് വന്നു. ഭൂമിയുടെ ഉള്ളിലുള്ള ഈ വാതകങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. ഈ വന്ന നീരാവി, ഈ വാട്ടർ വേപ്പർ cool down to form clouds and led to rain that lasted for many years. ഇങ്ങനെ ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന നീരാവി മൂലം ക്ലൗഡ്സ് ഉണ്ടാവുകയും മേഘങ്ങൾ ഉണ്ടാവുകയും അതുമൂലം വർഷങ്ങളോളം ഭൂമിയിൽ മഴ പെയ്തു എന്നാണ് പറയുന്നത്. ലോ ലയിങ് ഏരിയാസ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് വർ ഫ്ലഡഡ്. ഭൂമിയിലെ പ്രദേശങ്ങളൊക്കെ ഇത് കാരണം എന്തിനടിയിലായി? വെള്ളപ്പൊക്കത്തിലായി. തസ് ഓഷ്യൻസ് were formed. ഇങ്ങനെയാണ് എന്തുണ്ടായത്? ഓഷ്യൻസ് ഉണ്ടായത്. ഇറ്റ് took several thousand of years for any form of life to appear on earth. ഇതും കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു ജീവൻ ഭൂമിയിൽ കണ്ടു തുടങ്ങിയത്. ഗ്രാജുവലി thousands of species of animals and plants that we see today evolved and finally the human beings. ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് പലതരത്തിലുള്ള ചെടികളും അതുപോലെ തന്നെ ആനിമൽസും ഭൂമിയിലുണ്ടായതും. അത് കഴിഞ്ഞാണ് ആരുണ്ടായത്? അത് കഴിഞ്ഞാണ് മനുഷ്യർ ഭൂമിയിലേക്ക് വന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഭൂമി എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ്, എത്ര കോടി വർഷങ്ങൾ കഴിഞ്ഞാണ് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറിയത് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? പലതരം കൺസ്ട്രക്ഷനിലൂടെയും മൈനിങ്ങിലൂടെയും ക്വാറിങ്ങിലൂടെയും വേസ്റ്റ് ഇട്ടുകൊണ്ടൊക്കെ ഈ ഭൂമിയെ പൊല്യൂട്ടഡ് ആക്കുകയാണല്ലേ. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമായി മാറിയ ഭൂമിയെ നമ്മൾ വീണ്ടും ജീവിക്കാൻ പറ്റാത്തൊരു ലോകമാക്കി മാറ്റുകയാണ്. അപ്പോൾ ജീവൻ എർത്തിൽ നിലനിൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എർത്തിൻ്റെ ലിത്തോസ്ഫിയർ, അതായത് ശിലാമണ്ഡലം. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വായുമണ്ഡലം, ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ജലമണ്ഡലം അല്ലേ. ജീവിക്കാൻ അത്യാവശ്യം എന്തൊക്കെയാണ്? ജലം, വായു, അതുപോലെ തന്നെ ഭൂമി. ജീവൻ നിലനിൽക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലമാണ്. ലിത്തോസ്ഫിയർ എന്താണെന്നാണ് പറയുന്നത്, മാർക്ക് ചെയ്ത് വെക്കുക. ലിത്തോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട്? ഹ്യൂജ് മൗണ്ടൻസ്, വലിയ പർവ്വതങ്ങളുണ്ട്. ബ്രോഡ് പ്ലാറ്റ്യൂസ്, പീഠഭൂമികളുണ്ട്. പീഠഭൂമികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉയർന്നു നിൽക്കും, പക്ഷേ ആ ഉയർന്നു നിൽക്കുന്ന ആ മലയുടെ മുകൾ ഭാഗം എന്ന് പറഞ്ഞത് പരന്നതായിരിക്കും. അതിനെയാണ് പീഠഭൂമികൾ എന്ന് പറയുക. പിന്നെ പ്ലെയിൻസ് എന്താണ്? ഇങ്ങനെ നിരപ്പായ പ്രദേശങ്ങളാണ്. ഓക്കെ. അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസ്, കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഏരിയാസ് ഉണ്ട്. ഡെസേർട്സ്, മരുഭൂമികളുണ്ട്. ഐലൻഡ്സ്, ദ്വീപുകളുണ്ട്. അങ്ങനെ പലതരം ഇതുപോലെയുള്ള ലാൻഡ് ഫോംസ് ഓഷ്യൻസിൻ്റെ അടിയിൽ, കടലിൻ്റെ അടിയിലുണ്ട് അല്ലേ. നമ്മൾ ഡിസ്കവറി ചാനലിലൊക്കെ നമുക്ക് കാണാം. ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളും താഴ്ന്ന സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ കടലിൻ്റെ താഴെയുമുണ്ട്. എർത്തിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവേഴ്സാണ്. പല രീതിയിൽ നമുക്ക് എർത്ത് സർഫസ് കാണാൻ പറ്റും. എന്താണ് ലിത്തോസ്ഫിയർ? മാർക്ക് ചെയ്യുക. ദിസ് സോളിഡ് പോർഷൻ
of the earth which contains all the landforms, rocks and soil is called the lithosphere. ഈ ഭൂമിയുടെ ഈ സോളിഡ് പോർഷനാണ് എന്തെന്ന് പറയുന്നത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൽ എല്ലാ ലാൻഡ് ഫോംസും ഭൂമിയുടെ, അപ്പോൾ ഈ ഭൂരൂപങ്ങളെല്ലാം എല്ലാ ലാൻഡ് ഫോംസും റോക്സും സോയിലും കല്ലും മണ്ണും ഒക്കെ അടങ്ങുന്ന ഈ ഭൂരൂപങ്ങളെ പറയുന്നതാണ് എന്ത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ദ ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ് ആൻഡ് ദ ഡീപ്പസ്റ്റ് ട്രെഞ്ച് ദ ചലഞ്ചർ ഡീപ്പ് ഓഫ് പസഫിക് ഓഷ്യൻ ആർ ഓൾ പാർട്സ് ഓഫ് ലിത്തോസ്ഫിയർ. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റും ഏറ്റവും ഡീപ്പസ്റ്റ് ട്രെഞ്ചായ സമുദ്രത്തിലെ ഏറ്റവും കൂടുതൽ ആഴം കൂടിയതായ ചലഞ്ചർ ഡീപ്പ് ഓഫ് പസഫിക് ഓഷനും ലിത്തോസ്ഫിയറിൻ്റെ ഭാഗമാണ്. ഇത് മാർക്ക് ചെയ്ത് വെക്കുക, USS എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹയസ്റ്റ് പീക്ക് ഏതാണ്, മൗണ്ട് എവറസ്റ്റ് ആണ്. ഏറ്റവും ആഴം കൂടിയ ട്രെഞ്ച്, അതിനെന്ത് പറയും നമ്മൾ, ചലഞ്ചർ ഡീപ്പ് ഓഫ് പസഫിക് ഓഷനാണ്. ഇവയെല്ലാം ലിത്തോസ്ഫിയറിൻ്റെ ഭാഗമാണ്. Okay, mountains, plains, trenches and volcanoes as seen on land are also found under the oceans. നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ കാണുന്ന മലകളും കുഴികളും അല്ലെങ്കിൽ ഗർത്തങ്ങളും പ്ലെയിൻസും ഒക്കെ സീയുടെ താഴെയും കാണാം എന്നാണ് പറയുന്നത്. Okay, sphere is made up of rocks and soil. Soil is essential for the survival of man, plants and animal. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതിൽ എന്താ അടങ്ങിയിരിക്കുന്നത്, കല്ലും മണ്ണും മലകളും പ്ലെയിൻസും പ്ലാറ്റ്യൂസും ഒക്കെ അടങ്ങിയതാണ്. മനുഷ്യൻ ജീവിക്കുന്നത് എന്തിൻ്റെ മുകളിലാണ്, സോയിലിൻ്റെ മുകളിലാണ്. അപ്പോൾ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മനുഷ്യന് അത്രയധികം അത്യാവശ്യമാണ്. ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ നമ്മൾ റോഡ്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്, സോയിലിൻ്റെ മുകളിലാണ്. നമ്മൾ കൃഷി നടത്തുന്നത് എന്തിലാണ്, മണ്ണിലാണ്. വീട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് എന്തിലാണ്, മണ്ണിലാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, അതൊക്കെ സോയിലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നോയിങ് ദ സോയിൽ. മണ്ണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അനേക വർഷങ്ങളായി ഈ റോക്സിൽ, ഈ പാറക്കല്ലുകളിലൊക്കെ മഴയും മഞ്ഞും സൂര്യപ്രകാശവും ഒക്കെ ആയിട്ട് ഈ മണ്ണ് ചെറുതായി പൊടിഞ്ഞു തുടങ്ങുന്നു, ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നു. സംടൈംസ് കെമിക്കൽ ചേഞ്ചസ് ഓൾസോ ഒക്കർ ഇൻ ദം. ചില സമയത്ത് അതിലെന്തും നടക്കാറുണ്ട്, രാസപ്രവർത്തനങ്ങളും നടക്കാറുണ്ട്. ഇനി when the dead remains of plants and animals decay, it add humus content to the soil. ഈ ചെടികളുടെയും അതുപോലെ തന്നെ പലതരം ആനിമൽസിൻ്റെയും മൃതശരീരങ്ങളൊക്കെ ഈ മണ്ണിൽ കിടന്ന് അഴുകി അതിന് ജൈവാംശം, ഹ്യൂമസ് കണ്ടൻറ്റ് കൊടുക്കുന്നു സോയിലിന്. Soil is formed through such processes that take place constantly over thousands of years. ഇങ്ങനെ അനേക വർഷങ്ങളായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് ഓരോ മൺതരിയും ഉണ്ടാവുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് വാട്ടർ, എയർ, ഹ്യൂമസ് ആൻഡ് മൈക്രോ ഓർഗാനിസം. അതിൽ ഒരു നിശ്ചിത അളവിലുള്ള എന്തൊക്കെയുണ്ട്, വാട്ടർ, വെള്ളം, ഹ്യൂമസ് ജൈവാംശമുണ്ട്, അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസം സൂക്ഷ്മജീവികളുമുണ്ട്. സോയിൽ ഓഫൺ ലോസസ് ഇറ്റ് ഫെർട്ടിലിറ്റി ബിക്കോസ് ഓഫ് മാൻസ് അൺസ്ക്രപ്ലെസ് ആക്ടിവിറ്റീസ്. മനുഷ്യൻ്റെ വിവേകരഹിതമായ ഓരോ ആക്ടിവിറ്റീസ് കാരണമാണ് മണ്ണിന് അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നത് അല്ലേ. മണ്ണ് ഉണ്ടാകുമ്പോൾ തന്നെ അത് അത്യാവശ്യം ഫെർട്ടൈലായിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ആക്ടിവിറ്റീസാണ് ഭൂമിയെ ഇന്ന് ഇല്ലാതാക്കുന്നത് എന്നാണ് പറയുന്നത്. ക്യാൻ യു നെയിം എ ഫ്യൂ ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് സോയിൽ ഫെർട്ടിലിറ്റി? എന്തൊക്കെയാണ് സോയിൽ ഫെർട്ടിലിറ്റിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നത്? എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ, അമിത ഫെർട്ടിലൈസർ വളങ്ങളുടെ ഉപയോഗം. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ അധികമായി ഉപയോഗിക്കുന്നത്. ത്രോയിങ് ഗാർബേജസ് വേസ്റ്റ് ഇൻടു സോയിൽ അല്ലെ, പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നമ്മൾ സോയിലിലേക്ക് ഇടുന്നത്. അതുപോലെ തന്നെ മൈനിങ്, ക്വാറിയിങ്, അൺസയൻറ്റിഫിക് വേസ് ഓഫ് അഗ്രികൾച്ചർ, ഇതൊക്കെ സോയിൽ ഫെർട്ടിലിറ്റിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. സോയിൽ വിച്ച് ഈസ് ഫോം ഡ്യൂ ടു ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഈസ് ഈതർ ലോസ്റ്റ് ഓർ ഡിസ്ട്രോയ്ഡ് ഡ്യൂ ടു മാൻസ് ഇൻഡിസ്ക്രീറ്റ് ആക്ഷൻസ്. ദേ എഫക്ട് നോട്ട് ഓൺലി ജസ്റ്റ് ദ സോയിൽ ബട്ട് ഓൾസോ ദി ലിത്തോസ്ഫിയർ. ഈ മനുഷ്യൻ്റെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഭൂമിയെ മാത്രമല്ല ശിലാമണ്ഡലത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് മനുഷ്യൻ്റെ ഇങ്ങനെ ഭൂമിയെ ഇല്ലാതാക്കുന്നത് എന്നാണ് പറയുന്നത്. ഡിസപ്പിയറിങ് പാഡി ഫീൽഡ്. പാഡി ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, പാടങ്ങൾ അല്ലേ, ആ കൃഷിയിടങ്ങളെയാണ് പറയുന്നത്. വാസ്റ്റ് പാഡി ഫീൽഡ്സ് were once Kerala's unique feature, but now our paddy field and other wetlands undergo reclamation by being filled up with soil for human purposes. ഒരു കാലത്ത് കേരളത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ ഉണ്ടാകുന്നത്, ഇപ്പോൾ ഇങ്ങനെയുള്ള നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ വെറ്റ് ലാൻഡ്സ്, അതിൻ്റെ ചുറ്റുമുള്ള ചതുപ്പ് നിലങ്ങളും ഒക്കെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി മണ്ണിട്ട് നികത്തുന്നു അല്ലേ. ബൈ ഡൂയിങ് ദിസ് വി ആർ കോസിങ് പെർമനൻറ്റ് ചേഞ്ച് ടു ദീസ് നാച്ചുറൽ സൈറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ പെർക്കലേഷൻ.
മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ ഏറ്റവും കൂടുതൽ ഇറങ്ങി ചെല്ലുന്നത് ഈ ചതുപ്പ് നിലങ്ങളിലേക്കും പാടങ്ങളിലേക്കും ഒക്കെയാണ് അല്ലേ. ഈ വെള്ളം ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് ഇങ്ങനെയുള്ള പാടങ്ങളിലൊക്കെയുള്ള മണ്ണിനാണ്. ഈ പാടങ്ങളിലെയും ചതുപ്പ് നിലങ്ങളിലെയും മണ്ണിനാണ്. ഇവിടെയൊക്കെ നമ്മൾ മണ്ണിട്ട് നികത്തി എന്താ ഉണ്ടാവുന്നത്, ആ മഴവെള്ളത്തിന് പിന്നെ മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാതെയാവുന്നു. ഇൻ സം പ്ലേസസ് ദ ക്ലേ ഇൻ ദ പാഡി ഫീൽഡ്സ് ആർ മൈൻഡ് ആൻഡ് ബേക്ഡ് ഇൻ ദ കിൽസ് ഫോർ മേക്കിംഗ് ബ്രിക്സ്. ചില സ്ഥലത്ത് എന്താ ചെയ്യുന്നത്, ഈ പാടത്തൊക്കെ ചളി കാണില്ലേ, ആ ചളിയൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു, അത് ഇഷ്ടിക ചൂളയിലൊക്കെ കൊണ്ടുപോയി അത് ഇഷ്ടികയാക്കി മാറ്റുന്നു. ക്ലേ സ്റ്റോർസ് വാട്ടർ ഇൻ പാഡി ഫീൽഡ്സ്. ഇഫ് ദർ ഈസ് നോ ക്ലേ ദർ വിൽ ബി നോ പാഡി ഫീൽഡ്. ഈ പാഡി ഫീൽഡ് പാടത്തിലൊക്കെ വെള്ളം സംഭരിച്ച് വെക്കുന്നത് ഇങ്ങനെയുള്ള ചെളിയാണ് അല്ലേ. ഇഫ് ദർ ഈസ് നോ ക്ലേ ദർ വിൽ ബി നോ പാഡി ഫീൽഡ്. അവിടെ ഈ ചളി ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കൃഷിയിടങ്ങളും പിന്നെ നിലനിൽക്കില്ല. ഇൻ സം പ്ലേസസ് സാൻഡ് ബിലോ ദ ക്ലേ ഈസ് മൈൻഡ് ആഫ്റ്റർ റിമൂവിങ് ദ ക്ലേ ഫ്രം ദ പാഡി ഫീൽഡ്. ചില സ്ഥലങ്ങളിൽ എന്താ ചെയ്യുന്നത്, ഈ ചളിയൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ താഴെയുള്ള മണ്ണാണ് മനുഷ്യർ കുഴിച്ചെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ഈ ഫോട്ടോ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് പോലെ JCB ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ റിവറിൻ്റെ താഴെയുള്ള നദികളുടെ താഴെയുള്ള മണ്ണൊക്കെ മനുഷ്യർ കുഴിച്ചെടുക്കുന്നുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ദ വാട്ടർ ലെവൽ ഓഫ് മെനി ഓഫ് അവർ റിവേഴ്സ് വിച്ച് വർ വൺസ് റിച്ച് ഡ്രോപ്സ് ഡ്രാസ്റ്റിക്കലി ആഫ്റ്റർ റെയിനി സീസൺ. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ ദ ഡെപ്ത് ഓഫ് റിവർ ബെഡ് ഡ്യൂ ടു സാൻഡ് മൈനിങ് ഫ്രം റിവേഴ്സ്. ഫസ്റ്റ് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരു ജൂലൈ മാസത്തിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിറഞ്ഞ് കവിഞ്ഞ് നമുക്ക് പിക്ചേഴ്സൊക്കെ കാണാം അല്ലേ. നമ്മുടെ അടുത്ത നദികളൊക്കെ നിറഞ്ഞൊഴുകുന്നത് നമുക്ക് തന്നെ കാണാം പാലത്തിൻ്റെ മുകളിൽ കൂടി. പക്ഷേ ആ മഴക്കാലം കഴിയുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, പെട്ടെന്ന് ആ വെള്ളം താഴേക്ക് പോവുകയും അത് വറ്റി വരേണ്ട പോലെ കാണാം. ഇതെന്തുകൊണ്ടാണ്, നമ്മൾ ഈ മണലെടുക്കും തോറും ഈ നദിയുടെ ആഴം കൂടുന്നു. സോ ലെറ്റ്സ് ടു ദി ലോവറിംഗ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ നിയർ ബൈ വെൽസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ടു വാട്ടർ സ്കാർസിറ്റി. ഇങ്ങനെ നദികളിൽ നിന്ന് മണലെടുക്കുന്നതിനനുസരിച്ച് എന്താണ്, വെള്ളം താഴോട്ട് പോകും. ഈ വെള്ളം താഴോട്ട് പോകുന്നതിനനുസരിച്ച് ആ പരിസരത്തുള്ള കിണറുകളിലെയും ബാക്കിയുള്ള ജലസ്രോതസ്സുകളുടെയും വെള്ളവും ഇതുപോലെ താഴോട്ട് പോകും. മെനി റിവേഴ്സ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഡെപ്ത് ഹാവ് ഓൾമോസ്റ്റ് റീച്ച് ദ ബെഡ് റോക്ക് ലെവൽ. ഈ ആഴം കൂടി ഈ നദികളുടെ ഏറ്റവും താഴെയുള്ള പാറകളിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട്. ദിസ് ലെഡ്സ് ടു ബാങ്ക് ഷെൽവിങ്. ബാങ്ക് ഷെൽവിങ് എന്ന് പറഞ്ഞാൽ നദികളുടെയൊക്കെ വശങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നതിനെയാണ് ബാങ്ക് ഷെൽവിങ് എന്ന് പറയുക. മനുഷ്യർ എന്താ ചെയ്യുന്നത്, മണൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇതിൻ്റെ സൈഡിലുള്ള മണൽത്തിട്ടകളൊക്കെ വീണ്ടും ഇടിച്ചിടുന്നു. ഷെൽവിങ് ഓഫ് ഫെർട്ടൈൽ ബാങ്ക്സ് റിസൾട്ട്സ് ഇൻ ലോസ് ഓഫ് ലൈഫ്. വളക്കൂറുള്ള നദീതീരങ്ങൾ ഇടിയുന്നത് എന്തിന് കാരണമാവും, സ്വത്തിനും അതുപോലെ തന്നെ ജീവൻ നഷ്ടങ്ങൾക്കും ഇത് കാരണമാവുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. മൂന്നാമത്തെ പോയിൻ്റാണ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. ട്രാവലിംഗ് ഹിൽസ് കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്, മലകളിലേക്ക് മുകളിൽ കയറി പോകുന്ന ലോറികളാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ലോറികളിൽ മണൽ അല്ലെങ്കിൽ എന്താണ് മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതൊരു മല പോലെ നമുക്കിങ്ങനെ നീങ്ങുന്നത് കാണാം. അതിനെയാണ് എന്ത് പറയുന്നത്, ട്രാവലിംഗ് ഹിൽസ്. വിത്ത് ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പവർഫുൾ ലാൻഡ് എക്സ്കവേറ്റിംഗ് മെഷീൻസ് അവർ ഹിൽസ് ആർ ലിറ്ററലി ബീങ് ട്രാൻസ്പോർട്ടഡ് ബൈ ലോറീസ് ഇൻ നോ ടൈം. ഒട്ടും സമയം ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള എക്സ്കവേഷൻ മണ്ണ് മാന്തി യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മലകളൊക്കെ ഇടിച്ചുകൊണ്ട് പോവുകയാണ് അല്ലേ. ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് ഈസ് കോമൺ ഇൻ കേരള നൗ. ഹിൽസ് ആർ നേച്ചേഴ്സ് വാട്ടർ റിസർവോയർ. ഇപ്പോൾ ഈ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സർവ്വസാധാരണമാണല്ലേ. ഹിൽസ് ആർ നേച്ചേഴ്സ് വാട്ടർ റിസർവോയേഴ്സ്. വെള്ളം സംഭരിച്ചു വയ്ക്കാനുള്ള പ്രകൃതിയുടെ ഏറ്റവും നല്ല ഗിഫ്റ്റാണ് എന്ത്, ഇങ്ങനെയുള്ള കുന്നുകൾ. അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ സ്റ്റീപ്പ് സ്ലോപ്സ് ഇൻക്രീസ് ദ പോസിബിലിറ്റി ഓഫ് ലാൻഡ് സ്ലൈഡ്. പല സ്ഥലത്തും ഇങ്ങനെയുള്ള കുന്നുകളിൽ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ, അശാസ്ത്രീയമായ രീതിയിൽ പല നിർമ്മാണങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിന് കാരണമാവും, മണ്ണിടിച്ചിലിന് കാരണമാവും. വാട്ട് ആർ ദി അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിസ്ട്രോയ് സോയിൽ. ഇങ്ങനെ മണ്ണിനെ നശിപ്പിക്കുന്ന ബാക്കി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്. അൺസയൻറ്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, നമ്മൾക്ക് അശാസ്ത്രീയമായിട്ട് പല രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ ആക്ടിവിറ്റീസ് എഴുതാൻ നമുക്ക്, ഈ കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത് നമ്മുടെ ഭൂമിയെ ഡിസ്ട്രോയ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഡു സച്ച് ആക്ടിവിറ്റീസ് ഹാപ്പൺ ഇൻ യുവർ ലൊക്കാലിറ്റി. എന്തൊക്കെ എഴുതാം, മൈനിങ്, ക്വാറിയിങ്, ഇതൊക്കെ നമ്മുടെ ഭൂമിയെ അല്ലെങ്കിൽ സോയിലിനെ ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുന്നത്.
സീക്കിംഗ് ആൾട്ടർനേറ്റീവ്സ് എന്താണ്, വേറെ വഴികൾ തേടുക എന്നാണ് സീക്കിംഗ് ആൾട്ടർനേറ്റീവ്സിൽ പറയുന്നത്. നാച്ചുറൽ റിസോഴ്സസ് ആർ ഫോർ അവർ യൂസ്, പ്രകൃതിയുടെ വിഭവങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ബട്ട് ദെയർ അൺറീസ്ട്രെയിൻഡ് എക്സ്പ്ലോയിറ്റേഷൻ വിൽ ലെഡ് ടു ഇംബാലൻസ് ഇൻ ദ നേച്ചർ, പക്ഷേ ഒരു പരിധിയുമില്ലാതെ അതിനെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, ചൂഷണം ചെയ്തുകൊണ്ടിരുന്നാൽ എന്തുണ്ടാവും, അതൊരിക്കൽ നശിച്ചു പോകും അല്ലേ. അത് പ്രകൃതിയിലൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ സന്തുലനം നഷ്ടപ്പെടും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫൈൻഡ് ആൾട്ടർനേറ്റീവ്സ് ടു റിഡ്യൂസ് ദ ഡാമേജസ് കോസ് ടു ദ നേച്ചർ ബൈ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. ഇങ്ങനെ പ്രകൃതിയെ കൂടുതലായി ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കി നമ്മൾ പുതിയ അതിന് വേണ്ടിയിട്ടുള്ള മറ്റുപാധികൾ കണ്ടുപിടിക്കണം. ഓക്കെ, ടെക്നോളജി ഓഫ് മേക്കിംഗ് ബ്രിക്സ് ഔട്ട് ഓഫ് വേസ്റ്റ് ഫ്രം ക്ലേ ഫാക്ടറീസ് ആൻഡ് പ്ലാസ്റ്റിക് ഈസ് അവൈലബിൾ നൗ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പാടത്ത് ചളി എടുത്തിട്ടാണ് നമ്മൾ ഇഷ്ടികകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ടെക്നോളജി എന്ത് കണ്ടുപിടിച്ചു, നമുക്ക് ബ്രിക്സ് കല്ലുകൾ എങ്ങനെയും ഉണ്ടാക്കാം. ക്ലേ ഫാക്ടറീസ് എന്നുള്ള വേസ്റ്റും കളിമൺ ഫാക്ടറികളിൽ നിന്നുള്ള വേസ്റ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റും കൂടി കൂട്ടിയാൽ നമുക്ക് ബ്രിക്സ് ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് കുഡ് ബി യൂസ്ഡ് ആസ് എൻ ആൾട്ടർനേറ്റീവ് ടു ബ്രിക്സ് മെയ്ഡ് ഫ്രം ദി ടോപ്പ് സോയിൽ ഓഫ് പാഡി ഫീൽഡ്സ്. അത് നമുക്ക് ആ പാടത്ത് നിന്ന് ചളി എടുത്ത് ഇഷ്ടിക ഉണ്ടാക്കുന്നതിന് പകരം ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്തൂടെ അല്ലേ. ആ മെത്തേഡൊന്നും അധികം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷേ എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങേണ്ട സമയമായി എന്നാണ് പറയുന്നത്. യൂസ് ഓഫ് റോക്ക് ഡെബ്രിസ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ് ഇൻസ്റ്റെഡ് ഓഫ് റിവർ സാൻഡ് ഈസ് നോട്ട് വർത്തി. ഇറ്റ് ഈസ് പ്രൂവൺ ദാറ്റ് റോക്ക് ഡെബ്രിസ് ഈസ് ആസ് സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആസ് റിവർ സാൻഡ്. പണ്ടൊക്കെ നമ്മൾ പൂഴി കൊണ്ടാണ് വീടൊക്കെ നിർമ്മാണം നടത്തിയിരുന്നത് അല്ലേ. പൂഴി കൊണ്ട് ഇറക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് എന്താണ്, കരിങ്കൽ പൊടി അല്ലെങ്കിൽ പാറപ്പൊടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് പാറപ്പൊടി കൊണ്ടാണ്. പിന്നെ ഇഷ്ടികകൾ കൊണ്ടല്ല കൂടുതൽ. അതുപോലെ തന്നെ എന്താണ്, ആ കോൺക്രീറ്റ് ബ്രിക്സ് കൊണ്ടാണ് ഇപ്പോൾ അധികവും വീട് പണിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്ട് വേറെ മാർഗ്ഗങ്ങൾ തേടാവുന്നതാണെന്നാണ് പറയുന്നത്. അൺകൺട്രോൾഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലിത്തോസ്ഫിയർ ഈസ് ഡെട്രിമെൻ്റൽ ടു ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. നമ്മൾ ഒരു പരിധിയുമില്ലാതെ ഭൂമിയെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ഹാനികരമാവുന്ന രീതിയിലേക്ക് പോകും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിത്തോസ്ഫിയറിൽ ഫുള്ള് നമ്മൾ എന്താ പറഞ്ഞത്, ഭൂമി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, മനുഷ്യൻ്റെ ഏതൊക്കെ ചെയ്തികളാണ് ഭൂമിയെ ദുരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഹൈഡ്രോസ്ഫിയർ ആണ്. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. വാട്ടർ ഇൻ ദി ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓഷ്യൻസ്, റിവേഴ്സ്, ലേക്സ് ആൻഡ് സ്ട്രീംസ്, ഓൺ ദി എർത്ത് സർഫസ് ആൻഡ് ബിലോ ഇറ്റ് ആസ് വെൽ. വൈൽ വാട്ടർ ഈസ് ഫൗണ്ട് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇൻ പോളാർ റീജിയൻസ് ആൻഡ് at top high mountains, it exists as water vapor and water droplets in the atmosphere. Water found on the earth in the said forms is called hydrosphere. വെള്ളം പല രീതിയിൽ അവൈലബിൾ ആണല്ലേ. വെള്ളമായിട്ട് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ ഓഷ്യൻസിലും റിവേഴ്സിലും ലേക്സിലും സ്ട്രീംസിലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സോളിഡ് സ്റ്റേറ്റ്, അതായത് ഐസായിട്ട് എവിടെയൊക്കെ ഉണ്ട്, പോളാർ റീജിയനിലും അതുപോലെ തന്നെ മലകളുടെ മുകളിലും ഒക്കെ ഉണ്ട്. അത് വാട്ടർ വേപ്പറായിട്ട് നീരാവിയായിട്ടും അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കുന്നുണ്ട്, അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏത് ഫോമിൽ വെള്ളം നിലനിന്നാലും അതൊക്കെ ഹൈഡ്രോസ്ഫിയറിൻ്റെ ഭാഗമാണ്, ജലമണ്ഡലത്തിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് പറയുന്നത് ഫ്രഷ് വാട്ടർ ആണ്. ഫ്രഷ് വാട്ടർ ഈസ് ഇൻറ്റഗ്രൽ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. ഈവൻ ദോ 2/3 ഓഫ് ദി സർഫസ് ഓഫ് എർത്ത് ഈസ് വാട്ടർ, ഓൺലി 3% ഓഫ് ഇറ്റ് ഈസ് ഫ്രഷ് വാട്ടർ. ഓക്കെ, ജീവൻ്റെ എക്സിസ്റ്റൻസിന് വെള്ളം വളരെ അത്യാവശ്യമാണ്. ഭൂമിയുടെ 2/3 അല്ലേ, 2/3 വെള്ളമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൽ ആകെ 3% മാത്രമേ ഫ്രഷ് വാട്ടർ, കുടിക്കാൻ യോഗ്യമായ വെള്ളമുള്ളൂ. ഓക്കെ, ഡു യു നോ ദാറ്റ് ലെസ് ദാൻ 1% ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് അവൈലബിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ആകെ 3% മാത്രമേ ശുദ്ധമായ ജലമുള്ളൂ. ആ 3%-ൽ ആകെ 1% മാത്രമേ നമ്മൾക്ക്, അല്ലെങ്കിൽ 1%-ന് താഴെ മാത്രമേ നമുക്ക് വെള്ളമായിട്ട് നമ്മുടെ ഉപയോഗത്തിനായി കിട്ടുന്നുള്ളൂ. ദിസ് കാസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈസ് ഒബ്റ്റെയിൻ ഫ്രം റിവേഴ്സ്, പോൺസ്, ലേക്സ്, വെൽസ് എക്സെട്ര. ഈ വെള്ളമൊക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? റിവറിൽ നിന്നും പോൺസിൽ നിന്നും ലേക്സിൽ നിന്നൊക്കെയാണ്. റെസ്റ്റ് ഓഫ് ദ വാട്ടർ ഈസ് ഫൗണ്ട് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇൻ പോളാർ റീജിയൻ ആൻഡ് അറ്റ് ടോപ്പ് മൗണ്ടെയ്ൻസ്. ദർ ആർ മെനി ലിമിറ്റേഷൻ ഇൻ യൂസിങ് അണ്ടർഗ്രൗണ്ട് വാട്ടർ.
ഈ 1% ഒരു ഭാഗമാണ് നമ്മൾക്ക് ഏതിൽ നിന്നൊക്കെ കിട്ടുന്നത് റിവേഴ്സിൽ നിന്നും, പോൺസിൽ നിന്നും, ലേക്സിൽ നിന്നും, വെല്ലിൽ നിന്നൊക്കെയാണ്. ബാക്കിയുള്ള വെള്ളമൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ഐസായിട്ടത് മലമുകളിലും പോളാർ റീജിയൻസിലുമൊക്കെയാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കുന്നതിന് പല ലിമിറ്റേഷൻസും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള എന്തൊക്കെയാണ്? എർത്തിൻ്റെ 2/3 വെള്ളമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അവൈലബിൾ ഓൺലി 3% ആണ് ഫ്രഷ് വാട്ടറായിട്ട്. ഈ 3%-ൽ നമുക്ക് ഉപയോഗിക്കാൻ ഹ്യൂമൻ കൺസംഷന് പറ്റുന്ന വെള്ളം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി 1%. നെക്സ്റ്റ് പറയുന്നത് വാട്ടർ സ്കാർസിറ്റി ആണ്. You have understood that man's indiscreet intervention on nature leads to water scarcity. There is already a shortage of fresh water. Man's unscientific interventions make it all the more scarce. പറഞ്ഞാൽ എന്താ, അവൈലബിൾ ആയിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ മനുഷ്യൻ അതൊന്നും ആലോചിക്കാണ്ട് പല രീതിയിലും ഈ വെള്ളത്തിനെയും ചൂഷണം ചെയ്യുന്നുണ്ട്. അതുവഴി വെള്ളവും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ദി ഫ്രഷ് വാട്ടർ സോഴ്സസ് ഈസ് ഹൈലി എസെൻഷ്യൽ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ലൈഫ് ഫോംസ് ഇൻക്ലൂഡിങ് മാൻ. ഇങ്ങനെയുള്ള ഫ്രഷ് വാട്ടർ സോഴ്സസ് ആയ റിവേഴ്സും ലേക്സും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സയൻറ്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെൻറ്റ്, എങ്ങനെയൊക്കെ വെള്ളം നമുക്ക് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ കൺസേർവ് ചെയ്യാം. പ്രൊമോട്ട് ടെറസ് ഫാമിംഗ്. ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ കൾട്ടിവേഷൻ നടത്തുന്നതിനെ, കൃഷി നടത്തുന്നതിനെ, ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയാണ് കൂടുതൽ. ഇപ്പോൾ നമ്മൾ ടീ പ്ലാന്റേഷൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ, തേയില തോട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, സ്റ്റെപ്പായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടാവുക. അത് നമുക്ക് വെള്ളം കൺസേർവ് ചെയ്യാൻ അല്ലെങ്കിൽ വെള്ളം മാനേജ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ കൾട്ടിവേറ്റ് ഫ്രൂട്ട് bearing trees instead of crops like coconut and arecanut that have fibrous roots along the rocky hill slopes with shallow soil. ഈ കുന്നുകളൊക്കെ ആയ പ്രദേശങ്ങളിൽ, അതായത് മണ്ണിനധികം ആഴം ഉണ്ടാവില്ല അവിടെ, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണം. അതിൻ്റെ വേരുകൾ, അങ്ങനെയുള്ള വേരുകളുള്ള വൃക്ഷങ്ങൾ പിടിപ്പിക്കണം. അല്ലാതെ നമ്മൾ തെങ്ങും കവുങ്ങും ഒന്നുമല്ല നട്ടുപിടിപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ക്വെഞ്ചിങ് ദി തേഴ്സ്റ്റ് ഓഫ് സോയിൽ. ഇതിപ്പോൾ ഒരുവിധം എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും നമുക്ക് കാണാമല്ലേ, നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇഷ്ടികകളൊക്കെ വിരിച്ച് കോൺക്രീറ്റൊക്കെ ചെയ്ത് പല കളറിൽ നല്ല ഭംഗിയിലിട്ടിട്ടുണ്ടാവും മുറ്റങ്ങൾ. പക്ഷേ നിങ്ങളുടെ പലരുടെയും വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും ഇപ്പോൾ അങ്ങനെയാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ പെയ്യുമ്പോൾ ഒരു തരി വെള്ളം പോലും ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തെ മണ്ണിൻ്റെ താഴേക്ക് പോകുന്നില്ല. വെള്ളം ഭൂമിയിലോട്ട് പോയാലല്ലേ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള കിണറിലൊക്കെ വെള്ളം കൂടുള്ളൂ. എല്ലാ വേനൽക്കാലമായ വീട്ടിൽ പറയുന്നുണ്ടാവും, വീട്ടിലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു, കിണറിലെ വെള്ളം ഇപ്പോൾ വറ്റുമെന്ന്. നമ്മൾ തന്നെയാണ് ഭൂമിയിലേക്ക് ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നത് തടയുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ കിണറിലൊക്കെ വെള്ളം ഉണ്ടാവുന്നത്? അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ എന്താ പറയുന്നത്? മോസ്റ്റ് ഹൗസസ് ഹാവ് കോൺക്രീറ്റ് കോർട്ട്യാർഡ്സ്. ഒരുവിധം എല്ലാ വീടുകളിലും ഇപ്പോൾ കോൺക്രീറ്റ് കോർട്ട്യാർഡ്സ് ആണ്, മുറ്റങ്ങളാണ്. സം പേവ് ദേ കോർട്ട്യാർഡ്സ് വിത്ത് ടൈൽസ്. ചിലരാകട്ടെ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. ദേ ആർ പെർമനൻ്റ്ലി ബ്ലോക്കിംഗ് ദി ചാൻസസ് ഓഫ് വാട്ടർ ടു പെർക്കുലേറ്റ് അണ്ടർഗ്രൗണ്ട്. ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? സ്ഥായിയായി ആ വെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് തടയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ലേ റോക്ക് പീസസ്. ഇതിന് പകരം ഇതുപോലെയുള്ള കരിങ്കൽ കഷ്ണങ്ങൾ ഇടാനാണ് പറയുന്നത്. ഗ്രാസ് ക്യാൻ ബി ഗ്രോൺ ഇൻ ദ സ്പേസസ് ബിറ്റ്വീൻ ദ റോക്ക് പീസസ്. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിലൊക്കെ നമുക്ക് പുല്ല് നട്ട് വളർത്താം. ഇറ്റ് വിൽ ബി പ്ലീസിങ് ടു ദ ഐസ് ആൻഡ് ദർ വിൽ ബി നോ ഹിൻഡ്രൻസ് ഫോർ വാട്ടർ ടു പെർക്കുലേറ്റ്. അത് കാണാനും ഭംഗിയായിരിക്കും, അതുപോലെ തന്നെ അത് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും തടയില്ല. ഓക്കെ, നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കാര്യമായിട്ട് തോന്നാം, പക്ഷേ ഇതൊക്കെ നമ്മുടെ ജലത്തിൻ്റെ അവൈലബിലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താ? ഇൻസ്റ്റെഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ലോക്കലി അവൈലബിൾ റോക്സ് ആൻഡ് വുഡ് ടു ക്രിയേറ്റ് ചെക്ക് ഡാം അലോങ് ഹിൽ സ്ലോപ്പ്. മലഞ്ചെരുവുകളിലൊക്കെ കോൺക്രീറ്റ് കൊണ്ട് തടയണകൾ കെട്ടുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കോൺക്രീറ്റിന് പകരം അവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കല്ലുകളും അതുപോലെ തന്നെ മരക്കഷ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ച് തടയണ കെട്ടാനാണ് പറയുന്നത്. കൺസ്ട്രക്ട് എർത്തൻ വാൾസ് ഫോർ സോയിൽ കൺസർവ്. മണ്ണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കയ്യാലകൾ നിർമ്മിക്കുക. അവോയ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ലൈക്ക് ടാപ്പിയോക്ക, yam etc. on steep slopes since these crops require frequent tilling. കുത്തനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസൊക്കെ നിർത്തിവെക്കുക. ഇപ്പോൾ മൂന്നാറൊക്കെ എക്സാമ്പിൾ പോലെ നമുക്ക് എടുക്കാം. എന്താ ഉണ്ടായത്? ഇപ്പോൾ പലതരത്തിലുള്ള മൂന്നാറിൽ വരുന്ന പ്രളയവും അതുപോലെ തന്നെ പല കാര്യങ്ങളും അശാസ്ത്രീയമായ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ്റെ
ഔട്ട്കം ആണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടാപ്പിയോക്ക യാം, ടാപ്പിയോക്ക എന്ന് പറഞ്ഞാൽ മരച്ചീനി, യാം എന്ന് പറഞ്ഞാൽ എന്താണ്, ചേനയാണ്. ഇങ്ങനെയുള്ള സ്ലോപ്സിലൊന്നും അങ്ങനെയുള്ള ചെടികളൊന്നും വെച്ച് പിടിപ്പിക്കരുത്. കാരണം എന്താണ്, നമ്മളത് പറിക്കാൻ സമയമാകുമ്പോൾ നമ്മളത് വേരോട് കൂടി ഇങ്ങോട്ട് പിഴുതെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മണ്ണിൻ്റെ ഇളക്കത്തിന് കാരണമാവുന്നുണ്ട്. പ്ലാന്റ് ട്രീസ് ഓൺ ബാരൽ ലാൻഡ്, വെറുതെ കിടക്കുന്ന പാഴ്ഭൂമികളിലൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. നോട്ട് ഡംപ് ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ടു വാട്ടർ ബോഡീസ്, ഒരിക്കലും വീട്ടിലെ മാലിന്യങ്ങളോ അതുപോലെ തന്നെ ഫാക്ടറിയുടെ മാലിന്യങ്ങളോ ഒരിക്കലും വെള്ളത്തിലേക്ക് ഇടരുത്. പ്രൊട്ടക്ട് പാഡി ഫീൽഡ്സ്, പോണ്ട്സ്, ലേക്സ് ആൻഡ് റിവർ ബാങ്ക്സ് ഫ്രം റിക്ലമേഷൻ, വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതീരങ്ങൾ എന്നിവയൊക്കെ മണ്ണിട്ട് നികത്താതെ സൂക്ഷിക്കുക. ഓക്കെ, യു മസ്റ്റ് ബി വണ്ടറിങ് വെദർ ദി അബോവ് സെഡ് ആക്ടിവിറ്റീസ് ആർ പോസിബിൾ ഇൻ അവർ കൺട്രി. അപ്പോൾ റലിഗാന സിദ്ധി എന്ന് പറഞ്ഞൊരു ചെറിയൊരു വില്ലേജിൻ്റെ കഥയാണ് പറഞ്ഞിട്ടുള്ളത്. അത് മഹാരാഷ്ട്രയിലാണ് ഉള്ളത്. അവിടെ ആനുവൽ റെയിൻഫോൾ, മഴ കിട്ടിയിരുന്നത് 50 സെൻറ്റിമീറ്ററിനും താഴെയായിരുന്നു. അതും ചിലപ്പോൾ അതിനും കുറവേ കിട്ടിയിരുന്നുള്ളൂ. ഗ്രൗണ്ട് വാട്ടർ ലെവൽ 20 മീറ്ററിനും താഴെയായിട്ടാണ് നിന്നിരുന്നത്. വെയിലാവുമ്പോഴേക്കും അവിടുത്തെ കിണറുകളൊക്കെ വറ്റി വരളും. വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മണ്ണൊലിപ്പൊക്കെ കൂടുതലായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ അൺഎംപ്ലോയ്മെൻ്റ് ആയിരുന്നു, അവിടെ ദാരിദ്ര്യമായിരുന്നു, അവിടെയൊന്നും ജോലി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനൊക്കെ ഒരൊറ്റ ആൾ വിചാരിച്ചത് കൊണ്ട് അതിൽ കുറേ മാറ്റങ്ങളുണ്ടായി. അതായത് സർ ബാബുറാവ് ഹസാരെ എന്ന് പറഞ്ഞൊരു മിലിറ്ററിയൻ, ആർമിയിലുണ്ടായിരുന്ന അദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നപ്പോൾ അവിടെയുള്ള വില്ലേജിലെ ആൾക്കാരെയൊക്കെ കൂട്ടി അവരുടെ ഒപ്പം എന്താണ് എർത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി, ഭൂമിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ അദ്ദേഹം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അവിടുത്തെ പുതുതലമുറയ്ക്ക്. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ അവരുടെ അഗ്രികൾച്ചർ, കൃഷിയെ മെച്ചപ്പെടുത്താമെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ അതുവരെ അവിടെ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന എന്തായിരുന്നു, ഷുഗർ കെയിൻ ആയിരുന്നു, കരിമ്പായിരുന്നു. കരിമ്പിന് നല്ലോണം വെള്ളം വേണം അല്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ ദൗർലഭ്യമുള്ള സ്ഥലത്ത് ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം അവരെന്ത് കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങി, ഓണിയൻ, സവാള കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങി. ദ ഡിസ്കറേജ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പ്രൈവറ്റ് വെൽസ്, ഇൻസ്റ്റെഡ് ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു പബ്ലിക് വെൽ. ഓരോ വീട്ടിലും ഓരോ കിണർ എന്നുള്ള രീതി അവർ നിർത്തിയിട്ട് എല്ലാവർക്കും കൂടി പബ്ലിക്കായിട്ട് കിണറുകൾ നിർമ്മിച്ചു. ഇന്ന് ആ വില്ലേജിൽ 7 പബ്ലിക് വെല്ലുണ്ട്, 7 പൊതു കിണറുകളുണ്ട്. എല്ലാത്തിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അവർക്ക് ഇറിഗേഷൻ പ്രോജക്റ്റ് ഉണ്ട്, വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പ്രോജക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ വില്ലേജിൽ നിറയെ ആൾക്കാർ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആ ചെറിയ വില്ലേജിൽ കോളേജ് ഉണ്ട്, സ്കൂളുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഇതാണ് ഈ ഒരു ചെറിയ വില്ലേജിൻ്റെ സക്സസ് സ്റ്റോറി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയർ എന്താണ്? ഇറ്റ് ഈസ് എ ലെയർ ഓഫ് എയർ വിച്ച് പ്രൊട്ടക്ട് ദി എർത്ത് ലൈക്ക് എ ബ്ലാങ്കറ്റ്. ഒരു പുതപ്പ് പോലെ ഭൂമിയെ സംരക്ഷിക്കുന്നതാണ് അതിൻ്റെ അറ്റ്മോസ്ഫിയർ. In addition to gases like nitrogen and oxygen, atmosphere also contain dust particles and water vapor. നൈട്രജനും ഓക്സിജനും ഒന്നുമല്ലാതെ വായുവിൽ മറ്റെന്തൊക്കെയുണ്ട്? പലതരത്തിലുള്ള പൊടിപടലങ്ങളും അതുപോലെ തന്നെ നീരാവിയുമുണ്ട്. എനിത്തിങ് ദാറ്റ് ബ്രിങ്സ് ചേഞ്ചസ് ടു ദ നേച്ചുറൽ കമ്പോസിഷൻ ഓഫ് എയർ ഈസ് എ പൊല്യൂട്ടൻറ്റ്. എന്ത് വേണമെങ്കിലായിക്കോട്ടെ, ഈ വായുവിൻ്റെ കമ്പോസിഷൻ്റെ, അതിനെ ഘടനയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൊല്യൂട്ടൻ്റായിട്ട് വായുവിനെ മലിനീകരിക്കും. എയർ ഈസ് എസെൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. വായു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് യൂസ്ഫുൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ carbon dioxide required for plants, oxygen protection from ultraviolet and gamma rays, reasons for climatic phenomena like rain and snow. ശീതീകരണത്തിന് ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിലായാലും എയർ കണ്ടീഷണറിലായാലും അതിലുപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിന് വളരെയധികം ഹാനി ചെയ്യുന്നു. അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് എന്താണ്, ഹാംഫുൾ ഗ്യാസസ് ആൻഡ് കെമിക്കൽസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് വെഹിക്കിൾസ്. പല ഫാക്ടറികളിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ നിന്നുമൊക്കെ വരുന്ന ഗ്യാസും ഈ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ പാർലേഴ്സ് ഇപ്പോൾ കുറച്ച് പേരെങ്കിലുമൊക്കെ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ജപ്പാനിൽ ഉണ്ട്. ശ്വസിക്കാൻ ആവശ്യമായ ഫ്രഷ് എയർ പൈസയ്ക്ക് കൊടുക്കുന്ന പാർലേഴ്സാണ് ഈ ഓക്സിജൻ പാർലർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഡൽഹിയിൽ എന്തുണ്ട്? ഡൽഹി ഹാസ് ഹ്യൂജ് മെഷീൻ വിച്ച് പമ്പ് ഫ്രഷ് എയർ ഇൻ ടു അറ്റ്മോസ്ഫിയർ. ഡൽഹി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി പൊല്യൂട്ടഡ് ആയിട്ടുള്ള മലിനീകരണമുള്ള ഒരു സ്ഥലങ്ങളിലൊന്നാണ്. അവിടേക്ക് ഫ്രഷ് എയർ, ഓക്സിജൻ പമ്പ് ചെയ്യാൻ അവിടെ മരങ്ങളൊന്നുമില്ല അത്രയധികം. അപ്പോൾ അതിന് പകരം എന്താണ്, വലിയ വലിയ മെഷീൻസ് റോഡ് സൈഡിലൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. എന്തിനാണത്? ഫ്രഷ് എയർ, ശ്വസിക്കാൻ പറ്റുന്ന വായു
പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താ, ബയോസ്ഫിയർ ആണ്. ബയോസ്ഫിയർ ഇൻക്ലൂഡ്സ് ഓൾ ദി ലിവിങ് തിങ്സ് ഓൺ എർത്ത്. ബയോസ്ഫിയർ എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ലിത്തോസ്ഫിയറിൻ്റെയും ഹൈഡ്രോസ്ഫിയറിൻ്റെയും അറ്റ്മോസ്ഫിയറിൻ്റെയും ഒക്കെ ഒരു ബാലൻസ് കൊണ്ടാണ് ഈ ബയോസ്ഫിയർ എക്സിസ്റ്റ് ചെയ്യുന്നത്, ജൈവമണ്ഡലം എക്സിസ്റ്റ് ചെയ്യുന്നത്. ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് മാൻ, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. Even small changes in lithosphere, hydrosphere and atmosphere will have huge impacts on human life. ഇതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായാൽ പോലും അത് മനുഷ്യൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ എല്ലാ ജീവികളുടെയും ജീവിതത്തെ സാരമായി ബാധിക്കും. കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് പ്ലാന്റ്സ്. കാർബൺ ഡയോക്സൈഡും വെള്ളവും അതുപോലെ തന്നെ പലതരത്തിലുള്ള മിനറൽസും ലവണങ്ങളും ഈ പ്ലാന്റ്സിൻ്റെ എക്സിസ്റ്റൻസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ ഡയോക്സൈഡ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് കിട്ടുന്നത്. മിനറൽസ് കിട്ടുന്നത് ലിത്തോസ്ഫിയറിൽ നിന്നാണ്. വെള്ളം കിട്ടുന്നത് ഹൈഡ്രോസ്ഫിയർ ആണ്. ഇതിലേതെങ്കിലും ഒരു ഫാക്ടർ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. അടുത്തത് പറയുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചാണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുക, ആർ ഫിനോമിനൻ ദാറ്റ് ഒക്കർ നാച്ചുറലി ആൻഡ് റിസൾട്ട് ഇൻ ഹെവി ലോസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് മാൻ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, വെള്ളപ്പൊക്കം വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? പല രീതിയിൽ ഉള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ജീവനും അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിക്കും എല്ലാത്തിനും നഷ്ടങ്ങൾ വരുന്നുണ്ട്. വീടൊക്കെ നശിച്ചു പോകുന്നുണ്ട്, ബിൽഡിങ്സൊക്കെ നശിച്ചു പോകുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് പ്രിക്കോഷണറി സ്റ്റെപ്സ് ദാൻ ഓർഗനൈസിങ് റെസ്ക്യൂ ഓപ്പറേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആഫ്റ്റർ ദി occurrence of a natural disaster. ഒരു പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞ് അതിനെ മാനേജ് ചെയ്യാൻ പ്രകൃതി ദുരന്ത ക്യാമ്പൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? അങ്ങനെ ഒരു ദുരന്തം വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏതൊക്കെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇങ്ങനെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്നത്? കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഹസാർഡ് വൾണറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെൻറ്റ് സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവയൊക്കെ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഡിസാസ്റ്റർ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകളെടുക്കാൻ സഹായിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഫസ്റ്റ് പറയുന്നത് ഏതാണ്? ലാൻഡ് സ്ലൈഡ് ആണ്, ഉരുൾപൊട്ടലാണ്. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ഡൗൺ സ്ലോപ്പ് മൂവ്മെൻറ്റ് ഓഫ് റോക്ക്, സോയിൽ ആൻഡ് മഡ് അലോങ് ദ സ്റ്റീപ്പ് സ്ലോപ്പ്. അപ്പോൾ കുത്തനെയുള്ള ചെരുവുകളിൽ പാറ കഷ്ണങ്ങളും മണ്ണും അതുപോലെ തന്നെ ചളിയും ഒക്കെ കൂടി ഒരുമിച്ച് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്നതിനെയാണ് എന്തെന്ന് പറയുക? ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്ന് പറയുക. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമ്പൂരിയും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ്സ് കോമൺ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മൂവ് ടു സേഫർ പ്ലേസസ്, ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുക. ഗിവ് പ്രയോറിറ്റി ടു സ്മോൾ ചിൽഡ്രൻ, ഏജ് പീപ്പിൾ ആൻഡ് പേഴ്സൺ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ഡ്യൂറിങ് റെസ്ക്യൂ ഓപ്പറേഷൻ. ചെറിയ കുട്ടികൾക്ക്, പ്രായമായ ആളുകൾക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും നടക്കാനുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കുക. ഗിവ് ഫസ്റ്റ് എയ്ഡ് ടു ദ ഇഞ്ചേർഡ് പീപ്പിൾ, മുറിവ് പറ്റിയവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ബി കോഷ്യസ് ഓഫ് ദി പോസിബിലിറ്റി ഓഫ് റെക്കറൻസ് ഓഫ് ലാൻഡ് സ്ലൈഡ്, ഇനിയും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കോൺടാക്ട് പോലീസ്, ആംബുലൻസ് സർവീസസ് എക്സെട്ര. ടേക്ക് പ്രിക്കോഷൻ ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. നെക്സ്റ്റ് എന്താണ്? ഫ്ലഡ് ആണ്. സർപ്ലസ് വാട്ടർ ഡ്യൂറിങ് ദ മൺസൂൺ കോസസ് ഓവർഫ്ലോയിങ് ഓഫ് റിവേഴ്സ് ലീഡിങ് ടു ഫ്ലഡ്സ്. കാലത്തൊക്കെ ഈ നദികളൊക്കെ നിറഞ്ഞൊഴുകിയിട്ടാണ് എന്തുണ്ടാവുന്നത്? വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. എങ്ങനെയൊക്കെ വെള്ളപ്പൊക്കം നമുക്ക് ടാക്കിൾ ചെയ്യാം, കൺട്രോൾ ചെയ്യാം? ഡു നോട്ട് കൺസ്ട്രക്ട് ഹൗസസ് വെരി ക്ലോസ് ടു റിവേഴ്സ്, നദീതീരങ്ങളുടെ വളരെ അടുത്തായൊക്കെ വീടുകൾ നിർമ്മിക്കുന്നത് ഒഴിവാക്കുക. ഡു നോട്ട് വെഞ്ചർ ഇൻ ടു റിവേഴ്സ് ഡ്യൂറിങ് റെയിനി സീസൺ, മഴക്കാലത്ത് നദികളിലേക്കൊക്കെ ഇറങ്ങുന്നത് ഒഴിവാക്കുക. പാഡി ഫീൽഡ്സ് ആർ പ്ലേസസ് ഫോർ പെർക്കുലേഷൻ ഓഫ് റെയിൻ വാട്ടർ, അവോയ്ഡ് റീക്ലമേഷൻ. ഈ വെള്ളമൊക്കെ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്നത് പാടങ്ങളാണ്, അവ നികത്തുന്നത് ഒഴിവാക്കുക. റിക്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിട്ട് മൂടുക, അതിനെ നികത്തുക. People residing in coastal areas should be more careful during rainy season. Valuables should be shifted to elevated places. ഈ കടൽ തീരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മഴക്കാലമായാൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വേഗം തന്നെ സേഫായ സ്ഥലത്തേക്ക് മാറ്റേണ്ടതാണ്. കട്ട് ഓഫ് ദി ഇലക്ട്രിക് കണക്ഷൻ ഇഫ് ദി വാട്ടർ ലെവൽ റൈസസ്, വെള്ളം ഇങ്ങനെ റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കണക്ഷനൊക്കെ വിച്ഛേദിക്കുക. Negative impact on any one of the three spheres will affect seriously the others as well. Man's intervention on these spheres should be made very carefully.
Otherwise, this beautiful world with such diverse life form would become uninhabitable. Each one of us should be aware of this. ലിത്തോസ്ഫിയറിനായിക്കോട്ടെ, ഹൈഡ്രോസ്ഫിയറിനായിക്കോട്ടെ, അറ്റ്മോസ്ഫിയറിനായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്ഫിയർ, ഏതെങ്കിലും ഒരു മണ്ഡലത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബയോസ്ഫിയറിനെ, ജീവമണ്ഡലത്തിനെ മുഴുവനായിട്ട് തന്നെ ബാധിക്കും. ഈ ബയോസ്ഫിയറിനെ അല്ലെങ്കിൽ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളെല്ലാവരും അതിന് റെസ്പോൺസിബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എർത്ത് ആൻഡ് ദ ബയോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിൽ വരുന്നത്. നമ്മുടെ ഭൂമിയുടെയും അതുപോലെ തന്നെ പല സോയിലിൻ്റെയും വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ വായുവിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് മനുഷ്യർ ഇതിനെ കേടുപാടുണ്ടാക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെസണിൽ വരുന്നത്. ലെസൺ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്